ഹലോ ഗൈസ്, ഡേവിഡ് ഗെയിമിംഗ് സ്റ്റുഡിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഗെയിമിങ്ങോ അല്ലെങ്കിൽ റൂം ടൂർ അത് നമ്മൾ ഇട്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അത് ഞാൻ അതിൻ്റെ ഒന്ന് അൺബോക്സിങ് ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കാണിക്കാനുണ്ട്. പിന്നെ നിങ്ങൾ ഡോറിൽ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ നിരത്തി വെച്ചേക്കണത്, അതിൻ്റെ റൂട്ടോക്കാടാട്ടോ ഗൈസ്. എൻ്റെ ഫ്രണ്ട് തന്നാണ്. അവനൊരു യൂട്യൂബ് ചാനലുണ്ട്, പേര് ഇഷാൻ റിതീഷ് എന്നാണ്. ഇഷാൻ റിതീഷേ, അവൻ്റെ പേര് ഇഷാൻ റിതീഷ് എന്നാണ്. യൂട്യൂബ് ചാനലിൻ്റെ പേര് അക്കു ആൻഡ് അപ്പൂസ് എന്നാണ്. അക്കു ആൻഡ് അപ്പൂസ്. നിങ്ങൾ എന്തായാലും സെർച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഗൈസ്. എൻ്റെ കൂട്ടുകാരൻ്റെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അവൻ തന്നതാണ് അതിന് റൂട്ടോ കാർഡ്സ് ഫുള്ളും. ഞാൻ കുറച്ച് തരാമോയെന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നതാണ്. അത് ഞാൻ ഡോറയിൽ ഒട്ടിച്ചു ഭംഗിക്ക് വേണ്ടിയിട്ട്. അത് പിന്നെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ സ്റ്റാൻഡ്. ഇതിൻ്റെ ഒന്ന് അൺബോക്സിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഇത് എന്തിൻ്റെ സ്റ്റാൻഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീബോർഡിൻ്റെയാണ് ഗൈസ്. കീബോർഡിൻ്റെ സ്റ്റാൻഡാണ്. പിന്നെയും കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ മെയിനായിട്ട് കാണിച്ചു തരാം ഗൈസ്. പിന്നെ ഇത് കണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോയെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഒരു ഏതാ വണ്ടിന്നൊന്നും അറിയില്ല കേട്ടോ, മറ്റേ കിൻഡർ ജോയിന്ന് കിട്ടിയതാണ്. പക്ഷെ നല്ല ലുക്കില്ല ഗൈസ്, എനിക്ക് ഏതൊക്കെയാലും ഇഷ്ടമായി. പിന്നെ ഈ സ്കേറ്റിംഗ് ബോർഡും ഈ സൈക്കിളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ റൂം ടൂറിൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് രണ്ടും. പിന്നെ എന്ന് പറയുന്നത് സ്റ്റാൻഡാണ്. സ്റ്റാൻഡ് ഇത് കീബോർഡിൻ്റെ സ്റ്റാൻഡാണ്. ഇതിലാണ് കീബോർഡ് വെക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇതല്ല കീബോർഡിന് മാച്ച്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയണത് 1950 ആണ് കേട്ടോ. പിന്നെ ഇതാണ് നെറൂട്ടോ കാർഡ്സ് ഞാൻ പറഞ്ഞത്. ഒറിജിനലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറിജിനലാണ്. ഇതാട്ടോ ഞാൻ നെറൂട്ടോ കാർഡ്സ് പറഞ്ഞത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നെറൂട്ടൊക്കെ ഉണ്ട്. ഫോണിന് അത്ര ക്ലാരിറ്റി ഇല്ല ഗൈസ്, അതാണ്. മുകളിൽ 2 കക്കാശി കുറേ ഉണ്ട് കേട്ടോ. ഒറോച്ചുമാറൂതൊക്കെ നടുക്കിലുണ്ട്. കില്ലർ ബി ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നെറൂട്ടോ കാർഡ് ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ വെറുതെ ഒരു നെറൂട്ടോന്ന് എഴുതി ഒട്ടിച്ച് വെറുതെ ചെയ്താട്ടോ അത്. അപ്പോൾ ഞാൻ വെറുതെ ചെയ്താണ്. പിന്നെ കാണിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണിക്കാനുള്ളത് ഇതാണ് ഗൈസ്. ഞാൻ പുതിയൊരു ഡ്രോയിങ് വരച്ചത്, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടില്ല. അത് ആദ്യം കാണിച്ചു തരാം. അതല്ല കേട്ടോ ഗൈസ്, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഇത് ഞാൻ വരച്ച ഡ്രോയിങ് ആണ് ഗൈസ്. ഇതിൻ്റെ ഇടയിലൊരു ഡ്രോയിങ് ഉണ്ട്, അത് കുറച്ച് വൃത്തികേടായി, അത് തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. പിന്നെന്ന് പറയുന്നത് ഇതാണ് MGയുടെ ലോഗോ. ഇത് ഞാൻ വരച്ചത് എനിക്ക് MGക്കാർക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അയച്ചു കൊടുത്തില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ പപ്പ പറഞ്ഞു അയച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ അയച്ചു കൊടുത്തില്ല. പക്ഷെ അയച്ചു കൊടുക്കണത് ആരുണ്ട്, ഈ വീഡിയോ MGക്കാർ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് ഞാൻ ഈ വരച്ചതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. MGക്കാർ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഈ വീഡിയോയിൽ. കാരണം അയച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ വഴി എന്തായാലും കാണാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം എനിക്ക് ഇത് MGക്കാർക്ക് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കാണുകയാണെങ്കിൽ നല്ലത്. പിന്നെ നമ്മൾ പുതിയൊരു ഡ്രോയിങ് ബുക്ക് വാങ്ങി. ഇതാണ് ആ ഡ്രോയിങ് ബുക്ക്. ഇതിൻ്റെ വില എന്ന് പറയണത് 130 രൂപയാണ്, 130. പിന്നെ നമ്മൾ ബ്രസ്റ്റോൻ്റെ ഒരു പെൻസിൽ വാങ്ങി, മെറ്റാലിക്കൽ പെൻസിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2Bയും HB നീഡിൽസ് ഉണ്ട്. ഇതിൻ്റെ അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ ഗൈസ്. അൺബോക്സിങ് എന്നായിട്ട് പറയുന്നില്ല, എന്നാലും നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇതെന്ന് പറയണത് ഒരു മെറ്റാലിക്കൽ പെൻസിലാണ്. പിന്നെ ഇത് നിങ്ങളിപ്പോൾ വിചാരിക്കും 2 നീഡിലുള്ള കാരണം ഇതിങ്ങനെ തിരിക്കണ ടൈപ്പ് അല്ല കേട്ടോ ഗൈസ്. നമുക്ക് HB വേണമെന്നുണ്ടെങ്കിൽ HB ഇടാം, എന്നിട്ട് അത് ഊരിയിട്ട് പിന്നെ 2B വേണമെന്നുണ്ടെങ്കിൽ 2B ഇടാം. അല്ലാണ്ട് മറ്റേ സെറ്റപ്പ് ഇല്ല ഗൈസ്, അതിന് ഭയങ്കര വിലയാണ്. ഇവിടെ തിരിക്കണ സെറ്റപ്പില്ലേ, അതില്ല കേട്ടോ. പിന്നെ 8 റബ്ബേഴ്സ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ, 8 റബ്ബേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സൈഡിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 8 ഇറേസേഴ്സ്, 20 HB ലീഡിൽസ്, 20 2B ലീഡിൽസ് അത് ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്.
5 പോയിൻറ്റിൻ്റെ ടിപ്പാട്ടോ ഗൈസ്. ഒരു സെക്കൻഡ്, കുറച്ച് കറുത്ത കളറിൽ തോന്നും ബ്ലാങ്കറ്റ്. ഞാനിതൊന്ന് അൺബോക്സ് ചെയ്യട്ടോ, ഇത് കാണിട്ടുതരാം. അൺബോക്സ് ചെയ്യാനില്ല, ഇത് പൂരം കുറച്ച് പണി ഗൈസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കണ്ടോ, ഇതൊരു കുഞ്ഞു ബോക്സ് പോലത്തെ സാധനത്തിലാണ് ഗൈസ്. അല്ലാണ്ട് നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടോ വെറുതെ ഓപ്പൺ ആയിട്ട് വെച്ചേക്കാൻ. നല്ലത് ബോക്സ് പോലത്തെ സാധനത്തിൽ തുറക്കാൻ പറ്റും. ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറ ഓടിക്കാൻ തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതെല്ലാം ബ്രസ്റ്റോൻ്റെ തന്നെ കേട്ടോ. അയ്യോ, എടുക്കാനും കിട്ടണമല്ലോ. സോ നൈസ്. ഇതാണ് ബ്രസ്റ്റോൻ്റെ മെറ്റാലിക്കൽ പെൻസിൽ 0.5 mm. പിന്നെ ഇതതിൻ്റെ നീഡിൽസ്. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് HBൻ്റെ. എനിക്ക് അത്ര ഡാർക്ക് ഇഷ്ടമല്ല. ഇത് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കാറ് വരയ്ക്കാനാണ് കേട്ടോ, അല്ലാണ്ട് സ്കെച്ചിങ്ങിന് ഞാൻ ഉപയോഗിക്കാറില്ല. ഇനി ഇതൊന്ന് അടച്ച് വെക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് സ്കെച്ചിങ് ചെയ്യാൻ ഉപയോഗിക്കാറ്. സ്കെച്ചിങ് ചെയ്യാൻ ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതെന്തിനാ ശരിക്കും ചാർക്കോൾ പെൻസിൽ എന്തിനാ ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല. ഞാനിത് ഉപയോഗിക്കാറ് എങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാനൊക്കെയാണ്. HB ഇങ്ങനെ 10Bക്ക് പകരം ഇങ്ങനെ ഡാർക്കാക്കാനാണ് ഞാനിത് ഉപയോഗിക്കുക. ഇത് ഫുള്ളുണ്ട് NB ആട്ടോ, ഇതൊക്കെ 10B. ഞാൻ ഷെയ്ഡർ വെച്ച് വരച്ച് ഇതാക്കിയതാണ്. പിന്നെ ഇതാണ് ചാർക്കോള്. ഞാൻ കൂടുതലും ഇതിനകത്ത് ഉപയോഗിച്ചേക്കണ ചാർക്കോൾ പെൻസിൽ ഏതാണെന്ന് വെച്ചാൽ സോഫ്റ്റാണ്. നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം ഈ ഫുൾ സെറ്റ് വാങ്ങിയാൽ മതി ചാർക്കോൾ പെൻസിലിൻ്റെ, അല്ലെങ്കിൽ ഫുൾ സെറ്റ് വാങ്ങണ്ട ഗൈസ്. നിങ്ങൾക്ക് ചാർക്കോളിൻ്റെ മെയിൻ ഉപകാരം എന്താ, നല്ല ഡാർക്കുകൾ വേണം. അപ്പോൾ സോഫ്റ്റ് വാങ്ങിയാൽ മതി. ഒരെണ്ണമായിട്ടാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ. ഇനി എൻ്റെ സെറ്റ് തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കോ. അല്ലാണ്ട് ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ സോഫ്റ്റ് വാങ്ങിക്കോ. കാരണം എൻ്റെ സജഷൻ പറയുകയാണെങ്കിൽ സോഫ്റ്റാണ് നല്ലത്. ഇതിനകത്ത് ഏറ്റവും ലൈറ്റ് എന്ന് പറയുന്നത് ഹാർഡാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഹാർഡാണ് ഏറ്റവും ഡാർക്ക് എന്നാണ്. പിന്നെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണ്? ഒരെണ്ണത്തിൻ്റെ റേറ്റ് 30 രൂപയാണ് ഗൈസ്, 30 റുപ്പീസ്. 3 എണ്ണത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 90 റുപ്പീസ്, 90 രൂപ. ഇതാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇത് വെറുതെ ഇങ്ങനെ സ്ലൈഡ് ചെയ്താൽ മതി. ഇതാണ് പിന്നെ ഡാർക്ക്നെസ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഡാർക്ക്നെസ്സിൻ്റെ ഇതെന്ന് പറയണത്. ഇത് സോഫ്റ്റാണ് ഏറ്റവും ഡാർക്ക്. മീഡിയം സോഫ്റ്റ് നിങ്ങൾക്ക് ഒരേപോലെ തോന്നും, പക്ഷേ മീഡിയം ലൈറ്റാണ് ഗൈസ്. മീഡിയം വലിയ കുഴപ്പമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് സോഫ്റ്റാണ് ഈ പറഞ്ഞ പോലെ. പിന്നെ മീഡിയം ഉപയോഗിച്ചിട്ടുണ്ട്. ഒട്ടും ഉപയോഗിക്കാത്തതെന്ന് പറയുന്നത് തൊട്ടിട്ടില്ല, ഞാൻ ഹാർഡ് തൊട്ടിട്ടില്ല. ഇപ്പോഴാണ്, ഇതിന് മുന്നേ ഞാനിങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഹാർഡ് എടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് ഡ്രോയിങ്ങിനായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഇങ്ങനെ ചെയ്യാൻ വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഹാർഡ് ഈ കാണുന്ന പോലെയല്ല, ലൈറ്റ് കേട്ടോ. ഹാർഡ് ലൈറ്റാണ്, പക്ഷെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏതൊക്കെയാലും പിന്നെ ഇതിൽ മെയിനായിട്ട് കാണിക്കാനുള്ളത് ഇതാണ് കേട്ടോ. ഇതാണ് ഇതിൽ ഏറ്റവും മെയിനായിട്ട് കാണിക്കാനുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെ അൺബോക്സിങ് ഞാൻ ഇട്ടിട്ടില്ല, അത് കാരണം നമ്മൾ അൺബോക്സിങ് ചെയ്യാനാണ്. ഇത് ഒരു സ്പീക്കറാണ്. ഈ സ്പീക്കറിൽ നേരത്തെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കമൻറ്റിലല്ല അല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കരകര ശബ്ദം വരുന്നുണ്ട്. കരകരപ്പ് എന്ന് വെച്ചാൽ ഒരരപ്പ് പോലെ ശബ്ദം വരുന്നുണ്ട് ഇതിൽ സ്പീക്കറിലിടുമ്പോൾ. ഞാൻ ഇംഗ്ലീഷിൻ്റെ മൈ ഫസ്റ്റ് ഇംഗ്ലീഷ് വീഡിയോ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ മൈക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇട്ടത്. ഇപ്പം ഞാൻ ഈ മൈക്ക് ഉപയോഗിക്കുന്നില്ല, കാരണം ഞാൻ ഫോൺ അടുത്ത് വെച്ചേക്കണം. ഇതെനിക്ക് പിന്നെ ഫോണായിട്ട് കണക്ട് ചെയ്യാനും അറിയില്ല. ഈ മൈക്കിന് അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. RGB കളർ ലൈറ്റ് ഉണ്ട്, പിന്നെ അൾട്രാ ലോങ് ബാറ്ററി ഉണ്ട്, പിന്നെ എന്തോ സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നല്ല സ്പീക്കറാണ്. ഇതെനിക്ക് ഫോണായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാന്നറിയില്ല. സ്പീക്കർ വരെ ബ്ലൂടൂത്തൊക്കെയാണ്. എനിക്ക് പക്ഷേ ഫോണായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാന്നറിയില്ല ഗൈസ്. അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ ഒന്ന് എങ്ങനെയാണ് കണക്ട് ചെയ്യാമെന്നൊന്ന് പറഞ്ഞു തരുമോ? ഇതാണ് സ്പീക്കറിൻ്റെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K12 ആണ്. എൻ്റെ
എൻ്റെ വേറൊരു ഫോണുണ്ട് വീട്ടിൽ, ആ ഫോണായിട്ട് ഇത് കണക്ട് ചെയ്യാം. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. എന്താണോ അങ്ങനെ. കളറ് ബ്ലൂ അല്ല, പിങ്കാണ്. അത് വേറെ കാര്യം. പിന്നെ എൻ്റെ റേറ്റ് എന്ന് പറയണത് റേറ്റ് എത്രയാണ്? ഒരു സെക്കൻഡ് കേട്ടോ, ഒന്ന് നോക്കട്ടെ. ഇതിൻ്റെ റേറ്റ് കാണാണ്ടോന്ന് അറിയില്ല. ടോയ് ആണ്, പക്ഷെ ടോയ് ഒന്നുമല്ല കേട്ടോ. റേറ്റ് 1299 ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ സ്പീക്കറിൻ്റെ. ഇനി ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് സ്പീക്കറിൻ്റെ കളർ എന്ന് പറയുന്നത്. കളർ നോക്കിയിട്ട് നിങ്ങൾ പിങ്കാന്ന് പറഞ്ഞ് കുറച്ച് കാണരുത് ഗൈസ്. കാരണം സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ സ്പീക്കറല്ല. ഓക്കെ, മൈക്കും ഈ ബ്ലൂടൂത്ത് മൈക്കും ഈ സ്പീക്കർ എൻ്റെ അല്ല, എൻ്റെ അനിയത്തിയുടെയാണ്. എൻ്റെ അനിയത്തിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ്. അത് ഞാൻ എൻ്റെ അനിയത്തിയായിട്ട് ചെറിയൊരു എക്സ്ചേഞ്ചിന് എൻ്റെ 4 ലൈറ്റിൻ മക്കുവിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു എനിക്ക് പണ്ട്. അപ്പോൾ അതിൻ്റെ 4 കാർ ഞാൻ കൊടുത്തു. അതിന് ലൈറ്റിൻ മക്കുവിന് കുറച്ചൊക്കെ എന്നെ കാണാണ്ട് പോയി. അതിൽ നിന്ന് 4 ഞാൻ കൊടുത്തു. അപ്പോൾ അവളെ എനിക്ക് പകരം ഈ സ്പീക്കർ തന്നതാട്ടോ. എൻ്റെ മൈ സിസ്റ്റർ ഈവൻ വരിക, നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, മറ്റേ കുമ്പളങ്ങയുടെ പാട്ട് പാടിയത്. അത് ശരിക്കും കുമ്പളങ്ങയുടെ പാട്ടല്ല ഗൈസ്. കാക്കയ്ക്ക് കൊണ്ടൊരു കുപ്പായം എന്നാണ് പറയണത്. കുമ്പളങ്ങ എന്നാണ് കേൾക്കുക. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ കുമ്പളങ്ങയാണോ കുപ്പായാണോ എന്ന് കുറേ പേര് കംപ്ലൈൻറ്റ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഓണാക്കണത്. ഹവർ ഓൺ ബ്ലൂടൂത്ത് മോഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യത്തെ ലൈറ്റ് എനിക്ക് ഇതിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം ലൈറ്റ് മാറ്റട്ടോ. ലൈറ്റ് ഇതിൽ മാറ്റിയ ലൈറ്റ് മാറ്റാൻ മറന്നുവല്ലോ. ഇതൊന്നുമല്ല എനിക്കൊരു ഇഷ്ടപ്പെട്ട രീതി ഉണ്ടായിരുന്നല്ലോ. ഞാൻ മറന്നു ഗൈസ്. അയ്യോ, ഇത് ഏതായിരുന്നു? തൽക്കാലത്തിന് ഇങ്ങനെ കിടക്കട്ടെ. നമുക്ക് മൈക്ക് ഓൺ ചെയ്യാം. ഹലോ. ഇപ്പോൾ ചെറിയൊരു എരപ്പ് കേൾക്കാണ്ടാവും നിങ്ങൾക്ക്. എരപ്പല്ല, അത് സ്പീക്കറിൻ്റെ അടുത്ത് വെക്കണ കാരണമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഇത്ര അടുത്ത് വെക്കണം, അപ്പോൾ കേൾക്കാണ്ട് തോന്നും. മൈക്കും കൊണ്ട് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ എരപ്പ് വരണുണ്ട്. അത് മൈക്കും കൊണ്ട് അടുത്തേക്ക് വരുമ്പോഴുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഫുള്ള് സ്പീക്കറിലായിരിക്കും. ഈ അൺബോക്സിങ് ആയിട്ട് സ്പീക്കറിൽ എടുക്കാമെന്ന് വെച്ചിട്ടാട്ടോ ഗൈസ്. ഓക്കെ, നമുക്ക് സ്പീക്കർ കുറച്ചങ്ങ് നീക്കി വെക്കാം. ഇപ്പോൾ ക്ലിയർ ആയിട്ടില്ലേ? ഇപ്പോൾ ക്ലിയർ ആയിട്ട് തോന്നുക എന്തോ. ഇപ്പോൾ ക്ലിയർ ആയി ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 ശബ്ദമായിട്ട് കേൾക്കാനില്ലല്ലോ. സ്പീക്കറിൽ നിന്നുള്ളത് മാത്രമല്ലേ കേൾക്കാനുള്ളൂ, 2 ശബ്ദമായിട്ട് കേൾക്കുന്നില്ലല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് എടുത്ത് വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇതെടുക്കാം ഗൈസ്. നമ്മളപ്പോൾ എടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാനില്ലേ? ഞാൻ മൈക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടോ. ഓക്കെ, അപ്പോൾ ഡബിൾ സൗണ്ട് ആയിട്ട് കേൾക്കുന്നില്ലല്ലോ. ഇതാണ് ഇതിൻ്റെ പേരെന്തായിരുന്നു? സയൻസ് കിറ്റ് ജേർണൽ സയൻസ് കിറ്റിൻ്റെ എന്തോ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. ഇതെങ്ങനെ കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റ് വെച്ചിട്ടാണ്. ഫുള്ള് മാഗ്നറ്റിൻ്റെ പരിപാടിയാട്ടോ ഇതിൽ. ഇത് പിന്നെ ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. സംഭവങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പട്ടത്തിലില്ലേ, ഈ പട്ടത്തിൽ എന്താ പറയുക, ഈ പട്ടത്തിൽ ഇരുമ്പുണ്ട്, മെറ്റലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഈ പച്ച കളറിലെ സാധനം കണ്ട അത് മെറ്റലാണ്. അപ്പോൾ മാഗ്നറ്റ് ഇതായിട്ട് കണക്ട് ചെയ്യും. ഈ സാധനം ഒരു കോലിൽ ഇവിടെ ഇങ്ങനെ കുത്തി വയ്ക്കും, ഇത്ര ഹൈറ്റിൽ. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും ഇവിടെയും ഒരു മാഗ്നറ്റ് വയ്ക്കും. അപ്പോൾ പട്ട ഇങ്ങനെ പൊങ്ങി നിൽക്കും. അത് നൂല് വെച്ച് കിട്ടിയതാണ്. നമ്മൾ പൊക്കി പിടിക്കണം 2 സൈഡും, എന്നിട്ട് പൊക്കി വെക്കണം കേട്ടോ. അല്ലാണ്ട് തന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നില്ല. നമ്മളിങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ പൊങ്ങി വരും. അങ്ങനെ 2 സൈഡിൽ ചെയ്യണം. അത് കാണിക്കാത്തതിന് കാരണം കുറച്ച് പണിയുണ്ടോ വിശദത്തെ സെറ്റ് ചെയ്ത് തരാം. തന്നെ കളർ പറഞ്ഞു. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നോർത്തിൻ്റെ ഇത് നോർത്തിക്ക് പോണ ബോട്ടാണ് ഗൈസ്. ഇവൻ്റെ നടുക്കിലൊരു മാഗ്നറ്റ് വെക്കണം. ഇതിൻ്റെ കൂടെ മാഗ്നറ്റ് കിട്ടും കേട്ടോ, മാഗ്നറ്റ് വെക്കണം. അപ്പോൾ നമുക്ക് ഇത് നോർത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് നോർത്തിക്ക് ഇങ്ങനെ തിരിയാണ് കാണാൻ പറ്റും. നല്ല രസമായിട്ടത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്. ഇതാണ് ഇതിൻ്റെ മാഗ്നറ്റ്. ഇതിൻ്റെ കൂടെ വലിയ മാഗ്നറ്റ് 4 എണ്ണവും ചെറിയ മാഗ്നറ്റ് 4 എണ്ണവും പിന്നെ ഇങ്ങനത്തെ റബ്ബർ സാധനങ്ങളും കിട്ടും. ഈ റബ്ബർ സാധനങ്ങൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് അടിക്കാനാണ്. ഇതാണ് അതിൻ്റെ കാർഡ് എന്ന് പറയണത്. ആദ്യം തൊട്ട ഗെയിം എന്നറിയാം ബോർഡിലുള്ളത്. മാഗ്നറ്റ് നമ്മൾ 3 എണ്ണം വെക്കും. ഓക്കെ, നിങ്ങൾക്കറിയാലോ ഒരു മാഗ്നറ്റിന് ഒരു 2 മാഗ്നറ്റും ഒരേപോലെ വെച്ചാലാണ് ഒരേപോലെയോ ഒരു രീതി ഉണ്ട്. ആ രീതിയിൽ വെച്ചാലാണ് ഒട്ടി പിടിക്കുള്ളൂ, അല്ലെങ്കിൽ നീങ്ങി പോകും. അപ്പം 3 മാഗ്നറ്റ് വെച്ചിട്ട് ഒരു മാഗ്നറ്റ് മാത്രം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ അത് തെറിച്ചു പോകും. ഓക്കെ, അതിനൊരു ഗണ്ണ് പോലെ അങ്ങനെയാണ് സംഭവം. ഇവിടെ ഉണ്ട്, ഇതേ കണ്ടോ. പിന്നെ ഫുട്ബോളും കളിക്കാം. ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇതുകൊണ്ട് ഫുട്ബോൾ കളിക്കാം. ഓക്കെ, ഞാൻ കാണിച്ചില്ല കേട്ടോ. അതെ, ഫുട്ബോൾ കളിക്കാം നമുക്ക് ഇതുകൊണ്ട്. അതും ആ മെത്തേഡ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ മറ്റേത് കാണിക്കാം കേട്ടോ, പറഞ്ഞ കാര്യം. ഇതാണ് സംഭവം. നമ്മളിങ്ങനെ 3 എണ്ണം വെച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ അത് തെറിച്ചു. അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇതും വെക്കുക, ഫുട്ബോളും കളിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത് പട്ടം പറപ്പിക്കുന്ന കാര്യം. പട്ടം പറപ്പിക്കുമ്പോൾ ഈ സാധനം കിടന്ന് കറങ്ങും, അങ്ങനെ എന്തുണ്ട്. ഈ സാധനം കിടന്ന് കറങ്ങും ഗൈസ്. പിന്നെ ഇതാണ്, ഇതിങ്ങനെ വെറുതെ പൊങ്ങി നിൽക്കും. ഇതിനകത്ത് 6 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതൊരു സംഭവമാണ്, ഇങ്ങനത്തെ 6 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കണത്. 6 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ അതിനകത്ത് ചെയ്ത് നോക്കാത്ത ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് ഈ കളിയാണ്, ഈ മാംഗോൻ്റെ കളിയില്ലേ. ഇത് മാത്രമേ ചെയ്ത് നോക്കാത്തുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ സയൻസ് ജേണൽ കിറ്റിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. ഇതാണ് സംഭവം. ഇതിൻ്റെ ഡീറ്റെയിലും വീഡിയോയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, എന്തായാലും ഇടും, അതിനൊരു ഡൗട്ടില്ല. പിന്നെ ഇത് ടോയാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് $499 ആണ്, 499. ഇതാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെ ഗുണം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ലേൺ, നമുക്ക് കളിക്കാനും പറ്റും, എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. ഇതിനകത്ത് എനിക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ബോട്ടും പിന്നെ ഈ സംഭവമാണ്. ഇതിങ്ങനെ പൊങ്ങി നിൽക്കും മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ. ഈ ബോട്ടും ഇതാണ് എനിക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയത്. കാരണം എനിക്കത് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ബാക്കിയുള്ളതൊക്കെ കോമൺ സെൻസ്. ബാക്കിയുള്ളതൊക്കെ സാധാരണ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ നീങ്ങിപ്പോന്ന് അറിയാം. അത് വെച്ചിട്ട് എക്സ്പീരിയൻസ് അത് അത്ര പുതിയതല്ല, എന്നാലും രസമുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു പ്രൊഡക്റ്റ് ആട്ടോ. ഇത് ആമസോണിൽ നിന്നൊന്നല്ല വാങ്ങിച്ചത്, സ്മാർട്ട് ബസാറിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ആമസോണിലും കിട്ടും കേട്ടോ. ആമസോണിൽ ഇതിലും വലുത് കിട്ടും. ഇതേ സെയിം സാധനം തന്നെ, പക്ഷെ വലിയ സെറ്റ്. അതിനകത്ത് 6 ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റും. അല്ല, അതിനകത്ത് 10-12 ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇതിനകത്ത് 6 ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, ഇനി മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. അയ്യോ, അപ്പൊ ഇത്ര നേരം റെക്കോർഡിംഗ് ആയിരുന്നില്ലേ? ഒരു സെക്കൻഡ് കേട്ടോ ഗൈസ്, ഞാൻ വിചാരിച്ചു ഇത്ര നേരമായിട്ട് റെക്കോർഡിംഗ് ആയിട്ടുണ്ടായിരുന്നില്ലാന്ന്. ഓക്കെ, റെക്കോർഡിംഗ് ആയിരുന്നു, അത് കാരണം കുഴപ്പമില്ല. ഞാൻ പേടിച്ചു പോയി റെക്കോർഡിങ് ആയില്ലേന്ന്. കാരണം എൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആവാറുണ്ട് വീഡിയോസൊക്കെ. അത് കാരണം എനിക്ക് അതാണ് ഒരു പേടി, ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു വീഡിയോ പിടിച്ചു എന്ന് വെച്ച്, അപ്പോൾ അടുത്തത് പിടിച്ചോണ്ടിരിക്കുമ്പോൾ അത് ഡിലീറ്റ് ആയി പോകും, പിടിച്ചു വെച്ച വീഡിയോ. അതാ ഒരു പ്രശ്നം. ഓക്കെ,
അപ്പൊ അത് കുഴപ്പമില്ല. പിന്നെ മൈൻക്രാഫ്റ്റിന്റെ സീസൺ ഞാൻ പറഞ്ഞല്ലോ, അത് മൈൻക്രാഫ്റ്റ് അല്ല. മൈൻക്രാഫ്റ്റ് ഒറിജിനലിന് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ 29 റുപ്പീസ് കൊടുക്കണം. PC-ലൊക്കെ ആണെങ്കിൽ കുറെ പൈസ കൊടുക്കണം. അപ്പോൾ TV-യിൽ കളിക്കാനാണ് പ്ലാൻ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഡ് ഫയൽ ടു TV എന്ന് പറഞ്ഞ ആപ്പ് അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ കയറ്റിയിട്ട് TV-യിൽ കളിക്കാനാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഒറിജിനൽ മൈൻക്രാഫ്റ്റ് APK എന്ന് പറഞ്ഞ ആപ്പ് വെച്ചിട്ട് നമുക്ക് ഒറിജിനൽ മൈൻക്രാഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാന്ന്. അത് ഞാൻ എൻ്റെ പപ്പയോട് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞത് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല എന്നാണ് കേസ്. കാരണം എൻ്റെ പപ്പ എന്ന് പറയുന്നത് എഞ്ചിനീയറാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നല്ലോണം അറിയാം. അപ്പോൾ അങ്ങനെ APK വെച്ച് മൈൻക്രാഫ്റ്റ് കളിക്കുന്ന എല്ലാവരും, മൈൻക്രാഫ്റ്റ് എന്നല്ല പൈസ കൊടുത്ത് കളിക്കുന്ന ഗെയിം, നമുക്ക് പൈസ കൊടുക്കാണ്ട് കളിക്കാനാണല്ലോ APK വഴി കയറ്റണേ. അങ്ങനെ കയറ്റുന്ന എല്ലാവരും ഇത് കളിക്കാണ്ടിരിക്കുക. കാരണം അത് സ്പാമാണ്. APK എന്ന് പറയണത് അത് സ്പാമാണ്. അതൊന്നും സേഫ് അല്ല. അത് കാരണം കളിക്കാണ്ടിരിക്കുക. എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് APK-നെ പറ്റി അറിയില്ല. കാരണം മൈൻക്രാഫ്റ്റിന്റെ കുറെ കോപ്പി ഗെയിംസ് ഉണ്ടല്ലോ, ലൈക്ക് ലോക്കി ക്രാഫ്റ്റ്, ക്രാഫ്റ്റ് വേൾഡ്, അങ്ങനെ അതൊക്കെ ശരിക്കും മൈൻക്രാഫ്റ്റ് ആണ്. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഹാർട്ട് ഹെൽത്ത് മുകളിൽ കാണിക്കുക, പിന്നെ ഫുഡിന്റെ കാര്യങ്ങൾ ഈ സൈഡിൽ കാണിക്കും, ഹെൽത്ത് ഈ സൈഡിൽ കാണിക്കും. റിയൽ മൈൻക്രാഫ്റ്റിൽ അതൊക്കെ താഴെയല്ല കാണിക്കുക, ഇത് അത് രണ്ടും മുകളിൽ കാണിക്കുക. അങ്ങനെ വ്യത്യാസമുള്ളൂ. പക്ഷെ റിയൽ മൈൻക്രാഫ്റ്റ് പോലെ നെതർ പോർട്ടലിലൊക്കെ പോകാൻ പറ്റുന്നതാണ് തോന്നണത്. നെതർ പോർട്ടലിലൊക്കെ പോവായിരിക്കും പറ്റുന്ന തോന്നുന്നു. എനിക്ക് മൈൻക്രാഫ്റ്റ് കളിച്ച് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പോൾ ബിഗിനറാണ്, അറിയില്ല എങ്ങനെ കളിക്കണ്ടേന്ന് വലിയ കാര്യമായിട്ട്. ഞാൻ കൂടുതലും ഗെയിം തെറാപ്പിസ്റ്റിന്റെ വീഡിയോ ആണ് നോക്കാറ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം തെറാപ്പിസ്റ്റിനും മൈൻക്രാഫ്റ്റ് ഡൗട്ടാണ് കളിക്കാൻ. ഡൗട്ടായിരുന്നു കുറച്ച് വർഷങ്ങൾ മുന്നിട്ട് വീഡിയോ ആണ്, ഞാൻ ഇപ്പോഴാണ് നോക്കണത്. അപ്പോൾ ഡൗട്ടാണ് ഗെയിം തെറാപ്പിസ്റ്റിനും. അപ്പോൾ ഗെയിം തെറാപ്പിസ്റ്റിന്റെ വീഡിയോ നോക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ പഠിക്കണത്. കുറച്ചൊക്കെ ഞാൻ ഇപ്പോൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെ കളിക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ. വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു, അപ്പോൾ പഠിച്ചു കുറച്ചൊക്കെ. അപ്പോൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. ഗെയിം തെറാപ്പിസ്റ്റിനും അറിയില്ലായിരുന്നല്ലോ. ഗെയിം തെറാപ്പിസ്റ്റും പയ്യെ പഠിച്ചേ. അപ്പൊ ഗെയിം തെറാപ്പിസ്റ്റിനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായല്ലോ. കാരണം ഗെയിം തെറാപ്പിസ്റ്റ് ഒരു ബിഗിനർ തന്നെയായിരുന്നു. അപ്പോൾ ഗെയിം തെറാപ്പിസ്റ്റിനോട് ഒത്തിരി നന്ദിയുണ്ട്. ഗെയിം തെറാപ്പിസ്റ്റിന്റെ വീഡിയോ നോക്കിയിട്ടാണ് ഞാൻ കുറച്ചൊക്കെ പഠിച്ചത്. അപ്പോൾ മിക്കവാറും എല്ലാം ഗെയിം തെറാപ്പിസ്റ്റ് ചെയ്ത പോലെ എനിക്കും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ വളരെ നന്ദിയുണ്ട് ഗെയിം തെറാപ്പിസ്റ്റ്. ഞാൻ നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. എനിക്ക് നിങ്ങളുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കാണാറുണ്ട്. ഈ വീഡിയോ ഗെയിം തെറാപ്പിസ്റ്റ് കണ്ട എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ ഗെയിം തെറാപ്പിസ്റ്റിന്റെ വീഡിയോസ് നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യാറ്. മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ ഞാൻ ചെയ്യാൻ പോണതോ. അപ്പോൾ വെക്കേഷനിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കണത്. നിങ്ങൾക്ക് വേറെ വല്ല ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോണിലുള്ള വേറെ വല്ല ഗെയിം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ബൈക്ക് റൈഡ് 3D അതേപോലത്തെ വല്ല ഗെയിംസ്, പിന്നെ അങ്ങനത്തെ കുറച്ച് ഗെയിംസ് ഫോണിൽ കിട്ടുന്ന എല്ലാ ഗെയിംസും, ഏത് ഗെയിമാണെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും, അല്ല TV ഇടുന്നതായിരിക്കും. അപ്പം മൈൻക്രാഫ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ വീഡിയോ എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ, ഡെയിലി ഉണ്ടാവും മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ. വെല്ലപ്പളെങ്ങാനും പറ്റിയില്ലെങ്കിലും ഉള്ളൂ, അല്ലെങ്കിൽ ഡെയിലി മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരമായിട്ടാണ് ഇടാൻ പ്ലാൻ ചെയ്യണത്. കാരണം എനിക്ക് ട്യൂഷൻ ക്യാമ്പ് ഉണ്ട്. അപ്പോൾ അതിന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണി ആ സമയത്തൊക്കെ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ ഇടാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് പണിയാണ്. രാവിലെ ഇത്തിരി കളിക്കും, അത് പക്ഷേ ഇടില്ല ഗൈസ്. വൈകുന്നേരം ഇടും. പിന്നെ എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ ഇടാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ അമ്മയുടെ ഫോണിലാണ് ഇതൊക്കെ ഇരിക്കണത്. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ഇടാം ഗൈസ് മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് മൈൻക്രാഫ്റ്റ് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. എനിക്കൊന്ന് കമന്റ് ചെയ്ത് സഹായിക്കണം. ഫസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ ഒരു വട്ടേ കളിച്ചിട്ടുള്ളൂ, അത് ഞാൻ ഫുള്ളായിട്ട് കളിച്ചിട്ടൊന്നുമില്ല. ആകെ എന്നിട്ട് ഞാനെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ബ്ലോക്ക് ഒഴിച്ചിട്ട് എൻ്റെ അടിയിൽ ഇറങ്ങിന്ന് അടച്ചു വെച്ചു രാവിലെ ആവാൻ വേണ്ടിയിട്ട്.
എനിക്ക് അങ്ങനെ അറിയുള്ളൂ ഗൈസ്, വലിയവരായിട്ട് കളിക്കാനൊന്നും അറിയില്ല. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ എങ്ങനെയൊക്കെ കളിക്കണ്ടേന്നുള്ളത്. എനിക്ക് ഐഡിയാസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരൂ. നിങ്ങൾ കമൻറ്റ് ചെയ്യണം പ്ലീസ് ഗൈസ്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അത് വലിയ വ്യൂസ് ഒന്നും കിട്ടിയില്ല. അതാർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. കുറേ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് കാരണം ഇനിയും നിങ്ങൾക്ക് ഇംഗ്ലീഷ് വീഡിയോ തന്നെ മതി എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ മതി ഇംഗ്ലീഷ് വീഡിയോസ് എന്നുണ്ടെങ്കിൽ നോന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വേണ്ടാന്നുണ്ടെങ്കിൽ നോന്ന്. എപ്പോഴും മലയാളം വീഡിയോ, വല്ലപ്പോഴൊക്കെ ഇംഗ്ലീഷ് വീഡിയോ മതി എന്നുണ്ടെങ്കിൽ നോന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഇംഗ്ലീഷ് വീഡിയോയും അധികം ആൾക്കാർ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വീഡിയോ ആണോ വേണ്ടത്, മലയാളം വീഡിയോ ആണോ വേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ഞാൻ അപ്പം അതിനനുസരിച്ച് ഇടാം. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. വേറെ വല്ല ഗെയിംസ് മൈൻക്രാഫ്റ്റ് അല്ലാണ്ട് ഫോണിൽ കിട്ടുന്ന വേറെ വല്ല ഗെയിംസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ വീഡിയോ എന്താ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ നല്ല നല്ല ഗെയിംസ് ഒക്കെ എന്തായാലും കളിക്കണതായിരിക്കും. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മെയിനായിട്ട് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഗൈസ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവും, അവരൊന്നും ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഗൈസ്. എൻ്റെ വീഡിയോസിന് വലിയ വ്യൂസ് ഒന്നും കിട്ടാറില്ല ഗൈസ്. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒറ്റ സ്ട്രെച്ചിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയണത് ഒരു 1K, അറ്റ്ലീസ്റ്റ് 1K പ്ലീസ് ഗൈസ്. അറ്റ്ലീസ്റ്റ് 1K എങ്കിലും ലൈക്ക് ടാർഗറ്റ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് 1K. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒറ്റ സ്ട്രെച്ചിൽ ലൈക്ക് ചെയ്യുക. 3, 2, 1 ലൈക്ക്. ബോയ്സ് എല്ലാവരും ഒറ്റ സ്ട്രെച്ചിൽ ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യണം ഗൈസ് പ്ലീസ്. ഈ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1K ആണ്. പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. പ്ലേ ബട്ടൺ ഒന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടുമെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം ഒരു പ്ലേ ബട്ടണും കിട്ടിയിട്ടില്ല. കാരണം ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മെയിനായിട്ട് എനിക്ക് നിങ്ങളുടെ കമൻറ്റ് സപ്പോർട്ടാണ് വേണ്ടത് ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.